ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ വന്ന കോപ്പിറൈറ്റിനെ പറ്റിയാണ്. നമ്മളാദ്യം ഗൂഗിളിൽ പോയിട്ട് YT സ്റ്റുഡിയോയിൽ പോയി അതിൽ നിന്ന് നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ കോപ്പിറൈറ്റും അതിനെപ്പറ്റി ഞാൻ പറയാം. എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. നമുക്ക് 90 ദിവസത്തിനുള്ളിൽ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ബ്ലോക്കായി പോകും. അങ്ങനെ എനിക്ക് ആദ്യത്തെ ചാനൽ ബ്ലോക്കായി പോയി. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് 2 സ്ട്രൈക്കായി. ഇനി ഒരു സ്ട്രൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനലും ബ്ലോക്കായി പോകും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്സ് 2 ഉണ്ട്. മൂന്നെണ്ണത്തിൽ 2 ഇപ്പോൾ ഉണ്ട്. ഇനി ഒരെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ബ്ലോക്കായി പോകും. എന്തായാലും ഞാൻ ഒന്ന് കാണിക്കാം എന്തുവാണെന്ന്. നമുക്കൊരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 90 ദിവസം കഴിയും ആ സ്ട്രൈക്ക് മാറാനായിട്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് 2 ഉണ്ട്. അതിൻ്റെ സ്ട്രൈക്ക് എപ്പോഴാണ് തീരുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. എൻ്റെ ഒന്നാമത്തെ സ്ട്രൈക്ക് തുടങ്ങിയതെന്ന് പറയുന്നത് ജൂൺ 25-നാണ്. അതിൻ്റെ സ്ട്രൈക്ക് തീരുന്നത് സെപ്റ്റംബർ 23-നാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പിൽ വന്നൊരു വീഡിയോ ആണ്. ഞാനതെടുത്ത് യൂട്യൂബിലിട്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് റെസ്ട്രിക്ഷൻ ഒന്നും കാണിച്ചില്ല. അപ്പം നണ്ണാണ് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ല, കോപ്പിറൈറ്റ് ഒന്നും ആകത്തില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഇട്ടത്. ഇത് 1 മാസത്തിന് ശേഷമാണ് എനിക്ക് കോപ്പിറൈറ്റ് വന്നത്. യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. എനിക്ക് സ്ട്രൈക്കും കിട്ടി 90 ദിവസത്തെ. അങ്ങനെ സെപ്റ്റംബർ 23 വരെ ആ സ്ട്രൈക്കുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ജൂൺ 16-നാണ്. അതിൻ്റെ സ്ട്രൈക്ക് വരുന്നത് സെപ്റ്റംബർ 14-നാണ്. അതും ഇതേപോലെ നമുക്ക് വാട്സപ്പിൽ വന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ ഷോർട്ടാണ് ഇട്ടത്. എന്നിട്ട് അതിനും എനിക്ക് സ്ട്രൈക്കാണ്. കാര്യം ഷോർട്സിന് ഇങ്ങനെ സ്ട്രൈക്ക് വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ 2 ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല. യൂട്യൂബുകാർ ഇപ്പോൾ എന്നെക്കൊണ്ട് തോറ്റിരിക്കുകയാണ്. കാരണം എത്ര വന്നിട്ടും പഠിക്കാതാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഓൾറെഡി ഒരു 9 നോട്ടിഫിക്കേഷനും ഉണ്ട്. ഇത് ഞാൻ വേണം കാണിക്കാം. ഞാൻ ഇത് എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇത് ഒരു ക്രിക്കറ്റ് കളിയാണ്. അതിന് എനിക്ക് വാണിംഗ് കിട്ടിയതാണ്. അങ്ങനെ എനിക്ക് 9 ഉണ്ട്. അത് ഞാനൊന്ന് കാണിക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയയുടെ ഒരു ക്രിക്കറ്റ് കളിയായിരുന്നു. രണ്ടാമത്തത് ഒരു ഷോട്ടാണ്. ഇന്ത്യൻ 2-ൻ്റെ ട്രെയിലർ എടുത്ത് ഷോട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടതാണ്. യൂട്യൂബിൽ നിന്ന് തന്നെ ഇട്ടതാണ്. അതിനും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതും യൂട്യൂബുകാർ തന്നെ എൻ്റെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിരുന്നു. അടുത്തത് മൂന്നാമത്തേതെന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പിൽ നിന്ന് വന്നൊരു വീഡിയോ ആണ്. ഇതിനാണ് എനിക്കിപ്പോൾ സ്ട്രൈക്ക് കിടക്കുന്നത് പറയണം. ഇതും യൂട്യൂബുകാർ തന്നെ ഡിലീറ്റ് ചെയ്തായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് എനിക്ക് ഗൂഗിളിനകത്ത് വന്നൊരു വീഡിയോ ആയിരുന്നു. അതിനും എനിക്ക് സ്ട്രൈക്ക് വന്നു. ഇത് ഏജ് റെസ്ട്രിക്ഷൻ ആണൊക്കെ പറഞ്ഞ് ഞാൻ അതിന് പിന്നെ കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് അത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ 2 എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ 2 ഡിലീറ്റ് ആക്കി. ഇത് രണ്ടും ഞാനെന്ന് പറയുന്നത് ഗൂഗിളിൽ വന്ന വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ്. അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അടുത്തത് ഒരു ക്രിക്കറ്റ് മാച്ചാണ്. അതും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതും ഡിലീറ്റ് ആക്കി യൂട്യൂബുകാർ. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനായതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോ ഒക്കെ എടുത്തിടും. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത്, നമുക്ക് ഈ വരുന്ന വാട്സപ്പിലും അല്ലാതെയൊക്കെ വരുന്ന വീഡിയോകളൊന്ന് യൂട്യൂബിലെടുത്ത് അങ്ങനെയൊന്നും അപ്ലോഡ് ചെയ്യരുത്. അതെല്ലാം കോപ്പിറൈറ്റ് ആവും. പിന്നെ പണി കിട്ടും നമുക്ക്. പിന്നെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പ്രൊമോഷനൊന്നും കിട്ടത്തില്ല. ഞാനെന്തായാലും ഈ 2 സ്ട്രൈക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഇനി വീഡിയോ ഇടാൻ തീരുമാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ മറ്റുള്ള വീഡിയോകൾ എടുത്ത് ഇടാതിരിക്കുക. നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഫോണിലെടുക്കുന്ന വീഡിയോ നമ്മൾ തന്നെ വോയിസൊക്കെ കൊടുത്ത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ വോയിസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രൈക്ക് വരും. ഇപ്പം മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് നമ്മൾ വോയിസ് ഇട്ട് കഴിഞ്ഞാലും അവരുടെ ആ വീഡിയോയ്ക്കകത്ത് വല്ല വാട്ടർമാർക്കോ എന്തെങ്കിലും സിമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോയിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോയിൽ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മളെന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കണ്ടെത്തിയിട്ട് അതിന് നമ്മൾ വോയിസ് കൊടുക്കുകയോ അതിനെപ്പറ്റി വിവരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വീഡിയോയിലൊക്കെ ഈ മ്യൂസിക്കും മറ്റേ സിനിമാ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് വരും. അതുപോലെ തന്നെ മറ്റുള്ള പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ പാട്ടിൻ്റെ ഓണർ ആരാണോ അവർക്കൊക്കെയാണ് ഇതിൻ്റെ ഇൻകം പോകുന്നത്. അതുകൊണ്ട്
പാട്ടുകളും അങ്ങനെയുള്ള ട്യൂണുകളൊന്നും ഇടാതിരിക്കുക. പിന്നെ ചെറിയ ചെറിയ റിംഗ് ട്യൂൺസുകളൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഈ പാഗൽ വേർഡ് എന്ന് പറയുന്നൊരു ഗൂഗിളിലൊരു സൈറ്റുണ്ട്. അതിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഇല്ലാത്ത ട്യൂണൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. അത് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവൂ. ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം വീഡിയോ പ്രൈവറ്റ് ആക്കി ഇടുക. അപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം അത് പബ്ലിക് ആക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.